എന്റെ അത്തിപ്പാറ അമ്മച്ചി എനിക്ക് വയ്യ എന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കോമഡിയാണ് സത്യത്തിൽ എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അയ്യോ മറന്നുപോയി. നന്ദി നമസ്കാരം മാന്യ പ്രേക്ഷകരെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് മറ്റൊന്നുമല്ല, ശീതളിസം എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് ഞാൻ ഇടയ്ക്കിടെ മാന്യ പ്രേക്ഷകരോട് പറയാറുണ്ട്. ആ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം, ഇത് ലൈവ് വീഡിയോ ആയതുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം പോയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 2.5 ലക്ഷത്തിന് അടുത്ത്, 3 ലക്ഷം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്തരത്തിൽ ദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട്, എന്റെ പെറ്റ നാടാണ് ഈ ഭാരതം എന്നതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക ജിഹാദിസം ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെ നായാട്ടായിക്കോട്ടെ, ഇത്തരത്തിൽ സകല വൃത്തികേടുകൾക്കെതിരെയും കൃത്യമായിട്ട് തന്റേതായ ആ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ആ സഹോദരിയുടെ ചാനലാണ് ഉയർന്നു വരേണ്ടത്. അല്ലാതെ ബാക്കിലും മുന്നിലും ഒക്കെ മെഹന്തി ഇട്ട് നടക്കുന്ന, അതല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്ന പാവം പിടിച്ച മനുഷ്യന്മാരെ പ്രാങ്ക് എന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതിലൂടെ വരുമാനം നേടി തന്റെ കുടുംബത്തിനും താനും നക്കിത്തിന്ന് ജീവിക്കുന്ന അഞ്ജലിമാരുടെ ചാനലുകളോ അഞ്ജലിമാരുടെ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അല്ല നമ്മൾ അങ്ങോട്ട് പൊക്കിപ്പിടിച്ച് കൊണ്ടുവരേണ്ടത്. ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ശീതൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ പോലെയുള്ള ആളുകളുടെ ചാനലുകൾ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ്. എനിക്ക് ഈ സഹോദരിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ അവരെ കണ്ടിട്ടോ എനിക്ക് പരിചയമോ ഒന്നുമില്ല. എന്നിരുന്നാലും അവരുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പോൾ അവർ മറുനാടൻ മലയാളിയിൽ ഓൺ എയർ എന്ന് പറയുന്ന ഒരു പരിപാടി അവതരിപ്പിച്ച ആ കാലം മുതൽ ഇന്ന് അവരുടെ ചാനലിൽ ഈ നിമിഷം വരെ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഉയർന്നു വരേണ്ട വ്യക്തി പ്രഭാവമുള്ള, ഇത്ര കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന, ഓരോ വാക്കുകളും കുറിക്കൊള്ളുന്ന രീതിയിൽ തന്നെ തന്റേതായ ഭാഷയിൽ ശൈലിയിൽ പ്രയോഗിക്കുന്ന, അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആ സ്ത്രീ രത്നത്തെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വെറും ആരാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആദ്യ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ശീതളിസം എന്ന് പറയുന്ന ആ കമന്റിന്റെ ഇവരുടെ ചാനലിന്റെ ലിങ്ക്, അതിൽ കയറി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതൊക്കെ പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ചീമതി ടീച്ചർ ഉണ്ട്, ചീമതി, ശ്രീമതി എന്ന് അവരെ വിളിക്കാൻ പോരാ. കാരണം ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഐശ്വര്യമല്ല, കേരളത്തിന്റെ അപശകുനങ്ങളായിട്ടുള്ള ഈ ചീമതിമാരെയൊക്കെ എടുത്ത് എന്ന് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സഖാക്കന്മാർ, അതല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ കാഫിറുകൾ എന്നിവരെയൊക്കെ എടുത്ത് തോട്ടിലെറിയുന്നോ അന്ന് ഈ കേരളം നന്നാവുകയുള്ളൂ. അത്തരത്തിലുള്ള ഈ ചീമതി, ശ്രീ എന്ന് ദയവായിട്ട് അവരെ വിളിക്കരുത്. ഈ ചീമതി ഉണ്ടല്ലോ, ഇവർ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി പാവം പിടിച്ച ഒരു സ്ത്രീയുടെ തലയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ തകർന്നമർന്ന ബിൽഡിംഗ് തലയിലേക്ക് വീണ് മരണമടഞ്ഞ ആ സ്ത്രീയുടെ ജീവന് ഒരു പാറ്റയുടെ, അതല്ലെങ്കിൽ പട്ടിയുടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? പട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അതല്ലെങ്കിൽ മനുഷ്യരോട് ഏറ്റവും ഇടപഴകി ജീവിക്കുന്ന ജീവികളാണ് പട്ടിയായാലും പൂച്ചയായാലും. ഞാനൊരു ഡോഗ് ലവർ കൂടി ആയതുകൊണ്ട് എനിക്ക് പട്ടിയെ പറയാനുള്ള ബുദ്ധിമുട്ട് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പാറ്റ ആയിക്കോട്ടെ, ഒരു കൃമി ആയിക്കോട്ടെ, ആ കൃമിയുടെ നിലയും വിലയും പോലും നൽകാതെ ഒരു മനുഷ്യജീവനെ കൊന്ന എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരോ ജനങ്ങളോ വിലയിരുത്തിയാൽ പോലും കുറ്റപ്പെടുത്താനാവാത്ത അത്തരത്തിലുള്ള വീണ ജോർജ് എന്ന് പറയുന്ന ആ സ്ത്രീ ഇന്നും താൻ ചെയ്ത കുറ്റത്തിന്റെ ആഴം മനസ്സിലാവാതെ, അതല്ലെങ്കിൽ താൻ ചെയ്ത കുറ്റം, താൻ ചെയ്ത ക്രൂരതയുണ്ടല്ലോ, താൻ ചെയ്ത പാപം തലമുറകളോളം അനുഭവിക്കുക. ഒരു മനുഷ്യജീവൻ പിടഞ്ഞു മരിക്കുമ്പോൾ അതിലും രാഷ്ട്രീയവും തന്റെ ആ ഒരു പ്രഭാവവും വിദ്യാഭ്യാസവും, അതിൽ ഈ പറയുന്ന ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന അതങ്ങോട്ട് ഉയർത്തി കാട്ടാൻ വേണ്ടി കാട്ടിയ അവരുടെ ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, ശുഷ്കാന്തി. ആ ശുഷ്കാന്തി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശുഷ്കാന്തി, ആ ശുഷ്കാന്തിയിൽ ഒരു പാവം പിടിച്ച വീട്ടമ്മ, അതല്ലെങ്കിൽ ഒരു വീടിന്റെ അത്താണി അവർ മരണമടഞ്ഞപ്പോൾ അതിന് ഒരേ ഒരു ഉത്തരവാദി ഈ വീണ ജോർജ് ആണ്. ആ വീണ ജോർജിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഈ മതിമാരുണ്ടല്ലോ, ഈ മതിമാരുടെ മുഖത്തേറ്റ വലിയ അടിയാണ് ശീതൾ എന്ന് പറയുന്ന നമ്മുടെ സഹോദരി ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിക്കാം. അത് കേൾക്കേണ്ടത് തന്നെയാണ്. അത് കേട്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോരുത്. ഇവരുടെ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ കയറി എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം അവരുടെ സബ്സ്ക്രിപ്ഷൻ കൂട്ടിക്കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അല്ലാതെ ഈ പറയുന്ന ജാമിദ ടീച്ചറോ ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള കുഞ്ഞു ചാനലുകളോ മാത്രം പോരാ. ഇവിടെ നടക്കുന്ന, ഈ നാട്ടിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടത് ഒരുപാട് നമ്മുടെ സഹോദരിമാർ ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരത്തിൽ അവരെ സഹായിക്കുക. എന്തായാലും ഈ മതിയെ പച്ചയ്ക്ക് വാരി അലക്കി അടിച്ചുടക്കുന്ന ആ ഓഡിയോ ഉണ്ടല്ലോ, അത് കേൾപ്പിക്കാൻ ഇവിടെ കേട്ടു നോക്കാം.
മനസാ വാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരിൽ നിഷ്കളങ്കയായ PP ദിവ്യ മാഡത്തിന്റെ തീവ്രത കുറച്ചതുപോലെ ഇപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തീവ്രത കുറയ്ക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, സിസ്റ്റത്തിന് അതൊരു സത്യം മാത്രമാണ്. അത് കഴിവുകെട്ട ഭരണം എന്ന പ്രയോഗത്തിന് പകരം ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ഒരു പ്രയോഗമാണ് സിസ്റ്റം ശരിയല്ല. അക്കാര്യത്തിൽ സംശയമുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞു തന്നെ കേട്ടോ. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും ഇല്ലാത്തതിന്റെ എത്രയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ കെട്ടിടങ്ങളാണ് ഉള്ളത്. 5 ഇരട്ടിയോ 10 ഇരട്ടിയോ കെട്ടിടങ്ങളുണ്ട്. 68, 78, 88, 108 വർഷങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ. ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ പാരമ്പര്യത്തിന്റെ, ഇവിടുത്തെ മികച്ച ആരോഗ്യ പരിപാലനത്തിന്റെ ചരിത്ര സ്മാരകങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുകയല്ലേ. അത് മാത്രമല്ല, ഇതിനെയൊക്കെ ഇടിച്ചു പൊളിക്കണമെങ്കിൽ അതിന് പ്രത്യേക ചിലവ്, പ്രത്യേക ഏർപ്പാടുകൾ, അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ അതിന്റെ സമയമാകുമ്പോ അത് മനുഷ്യരുടെ മുകളിലേക്ക് അത് തന്നെ നിലം പൊത്തിക്കൊള്ളും. എല്ലാം ഒരു പ്രകൃതിദത്തമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക, അതിന്റെ വഴിക്ക് വിടുക. അതാണല്ലോ നമ്മുടെ ആശയവും, അല്ലേ? ഈ കെട്ടിടങ്ങളെ മെയിൻ്റെനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ കെട്ടിടങ്ങളെ കാത്തു പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം കൂടെ ഇപ്പൊ ശരിയല്ലാത്ത സിസ്റ്റത്തിന്റെ ഇടയിലേക്ക് പുതിയതായിട്ട് കൊണ്ടുവരണം, അല്ലെ? അപ്പൊ ആ സിസ്റ്റം ഇനി കൊണ്ടുവരാൻ എത്ര കോടി ചെലവാകും? അതിനെപ്പറ്റിയുള്ള പഠനത്തിന് ഇനി എത്ര നാൾ എടുക്കും? കെട്ടിടങ്ങൾ പൊളിഞ്ഞ ആളുകളുടെ തലയിലോട്ട് വീഴുന്ന സമയം എത്തിയപ്പോഴാണോ ഇങ്ങനെ ഒരു പുതിയ സിസ്റ്റത്തിന്റെ ആവശ്യകത കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന വെളിപാടുണ്ടായത്? ഈ പുതിയ എഞ്ചിനീയറിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇലക്ട്രീഷ്യന്മാര്, പ്ലംബിംഗ് തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് പുതിയ കാറ്റഗറികൾ ഉണ്ടാക്കാൻ പറ്റും. ആ തൊഴിൽ വിഭാഗങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് പേരെ തിരികെ കയറ്റാൻ പറ്റും. നോക്കൂ, ഇവര് ഈ ശീതൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, വയനാട് നടന്ന ദുരന്തമുണ്ടല്ലോ, ആ ദുരന്തത്തിന്റെ അവിടെ താൽക്കാലികമായിട്ടൊരു ബെയിലി പാലം നിർമ്മിച്ചിരുന്നു. ആ പാലത്തിന് കീഴേക്ക് അടിഞ്ഞുകൂടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അവിടെ നിർമ്മാണ പ്രവൃത്തിയുടെ സമയത്ത് കല്ലും മണ്ണും മാറ്റിയതിന് കോടിക്കണക്കിന് രൂപയാണ് എഴുതിയെടുത്തത്. 1, 2 കോടിയല്ല മക്കളെ, എത്രയോ കോടികൾ എഴുതിയെടുത്താം ഈ വർഗം, ഈ നികൃഷ്ട വർഗം. ഇവരെ എന്ത് ഭാഷയിലാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്? മാത്രമല്ല, ഏകദേശം 700 കോടിക്കടുത്ത് ഈ വയനാട് ദുരന്തത്തിൽ മാത്രമായിട്ട് പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ആ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും വയനാടുള്ള പാവങ്ങൾക്ക് കൊടുക്കാതെ ഇവർക്ക് ആളുമ്മൽ ഒരു വ്യക്തിക്ക് 1 കോടി വെച്ച് കൊടുത്താൽ പോലും പിണറായി വിജയന് കട്ടടിക്കാനും പുട്ടടിക്കാനും അവന്റെ പെണ്ണും പിള്ളയ്ക്കും അവന്റെ ഈ പറയുന്ന മകൾക്കും അടക്കമുള്ളവർക്ക് ആഘോഷത്തോടെ ജീവിക്കാൻ വേണ്ടി കോടികൾ ഉണ്ട് എന്നിരിക്കെ ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ അവരുടെ അവകാശം. കാരണം ഇവിടെ ഓരോ മനുഷ്യന്റെയും ജീവനും സ്വത്തിനും മുതലിനും എല്ലാത്തിനും ഉത്തരം പറയേണ്ട ഇവിടുത്തെ ഭരണകൂടമുണ്ടല്ലോ, ഈ നാറിയ കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലോ, ഈ നാറിയ വർഗം അത് പുട്ടടിക്കുക. ഈ പാവങ്ങളുടെ ദുരന്തം പോലും ഞങ്ങൾക്ക് പുട്ടടിക്കാനും, ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയിട്ട് മൂലക്കുരു ചികിത്സിക്കാനും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിക്കാനും വേണ്ടിയുള്ള ഫണ്ടാണ് നീയൊക്കെ ചത്തൊടുങ്ങുന്നതിന്റെ പേരിലും ഞങ്ങൾ പിരിച്ചെടുക്കുന്ന ഫണ്ട് എന്ന രീതിയിൽ തന്നെ ഭരിക്കുന്ന ഇവിടത്തെ ഇടതുപക്ഷമായാലും മുൻപ് ഭരിച്ച വലതുപക്ഷമായാലും ഈ പറയുന്ന നരഭോജികൾ ഇവരെ പച്ചയ്ക്ക് പൊളിച്ചെടുക്കുന്ന ശീതളിന്റെ ബാക്കി വാക്കുകൾ കേൾക്കാം മക്കളെ. മാത്രമല്ല, നല്ല കാര്യക്ഷമമായി തള്ളാൻ, കുറച്ചുകൂടി കാര്യക്ഷമമായി തള്ളാൻ കഴിയുന്ന കുറച്ച് അംഗങ്ങളെ കൂടി ഈ ഒരു വകുപ്പിലെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അവർക്ക് കൂടെ നിയമനം കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ BP കൂടി വിശ്രമത്തിലാണ്, സംസാരിക്കാൻ പറ്റില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാലഹരണപ്പെട്ട ആശയങ്ങളാണ്, ഐഡിയകളാണ്. അപ്പോ അതൊക്കെ ഒഴിവാക്കി ആ സമയത്തും നിവർന്നു നിന്നുകൊണ്ട്, ഇപ്പൊ ചാനൽ ചർച്ചയ്ക്കൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ആളുകളെ വിടുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള ആളുകളെ ഉൾപ്പെടുത്തണം. അങ്ങനെ ഒരു അംഗങ്ങളുടെ ഒരു പ്രത്യേക പാനലിനെ തയ്യാറാക്കണം. അപ്പൊ അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തോളൂ. അല്ല, ഒരു വിശ്രമവും ഇല്ലാത്ത ഒരു തൊഴിലായിരിക്കും അവർക്ക്. അപ്പൊ അതിനനുസരിച്ചുള്ള ശമ്പളമൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് പോലെ ആരോഗ്യ വകുപ്പിന് ഒരു ഉന്നത ആരോഗ്യ വകുപ്പ് കൂടി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ സാധിക്കും. ഇട്ടാവട്ടം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് പ്രത്യേകം വകുപ്പുകൾ, ഇനിയും വകുപ്പുകൾക്ക് ഉപവകുപ്പുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. തീറ്റിപ്പോറ്റാൻ ജനങ്ങളുണ്ടല്ലോ. അത് മാത്രമല്ല, ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളുകളൊക്കെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കിടന്ന് അവരുടെയൊക്കെ ദേഹത്തേക്ക് കെട്ടിട ഇടിഞ്ഞു വീണ് അവരൊക്കെ മരണപ്പെട്ടാലെന്ത്, ചികിത്സ കിട്ടാതെ മരണപ്പെട്ടാലെന്ത്? അതൊന്നും നമ്മുടെ കാര്യമല്ല. നമ്മളിപ്പോ 9, 10, 18 നിലകളുള്ള പുതിയ കെട്ടിടങ്ങൾ വെച്ചിട്ട് ഓരോരുത്തർക്കും പ്രത്യേക ക്യാബിൻ, പ്രത്യേക ആഹാരം കഴിക്കാൻ പ്രത്യേക സ്ഥലം, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ആഡംബരങ്ങളൊക്കെ പരമാവധി കുറച്ചുകൊണ്ട് നിങ്ങൾ പുതിയ മാതൃകകൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അത് മതി. പക്ഷെ വിമർശനം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യരംഗം മോശമായി എന്നാണ്.
ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റുമോ കേരളത്തിലെ ആരോഗ്യരംഗം മോശമായി? ശത്രുക്കൾക്ക് പോലും പറയാൻ പറ്റും ഇവിടുത്തെ ആരോഗ്യരംഗം മോശമാണെന്ന്? ഒരിക്കലും ഇല്ല. ഇവിടുത്തെ ആരോഗ്യരംഗം മോശമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അമേരിക്ക വരെ ഒരു മുഖ്യമന്ത്രി കഷ്ടപ്പെട്ട് പോകുന്നത്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ പോലും. മക്കളെ, നമ്മുടെ അമേരിക്കയില് ടെക്സാസിൽ വളരെ അധികമുള്ള വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മുടെ കാരണഭൂതൻ എന്ന് പറയുന്ന മാൻഡ്രോക്ക് എഫക്റ്റ് ഉള്ള ഞമ്മന്റെ സ്വന്തം നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഇയാൾ ഇവിടെ 3-ാം കിരീടവും 4-ാം കിരീടവും 5-ാം കിരീട ധാരണവും നടത്തിക്കൊണ്ട് ഈ കേരളത്തെ എവിടെ എത്തിച്ചു നിൽക്കുന്നു, അതല്ലെങ്കിൽ എത്തിക്കാൻ പോകുന്നു എന്ന് ആലോചിച്ച് നോക്കും. ഒരു അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ അവിടെ വെള്ളപ്പൊക്കം കൊണ്ട് 4 കളിയാണ്. ഇയാളെ ആരെങ്കിലും മാൻഡ്രേക്ക് എഫക്റ്റ് ഉള്ള പിണറായി തമ്പുരാനാണെന്ന് ആരും പറയല്ലേ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ഉള്ളിലിടും. കാരണം പിണറായി തമ്പുരാനാണ്. ആരും നമിച്ചിങ്ങനെ കാല് പിടിച്ച് അയ്യോ എന്നൊക്കെ പറഞ്ഞ് വാളയാർ കുരുന്നുകളെ കെട്ടിത്തൂക്കിയ പ്രകൃതി വിരുദ്ധ പീഡനം പോലും നടത്തിക്കൊണ്ട് കെട്ടിത്തൂക്കിയ നരഭോജി കമ്മ്യൂണിസ്റ്റുകളെ രക്ഷിച്ച പിണറായി വിജയന്റെ കാല് പിടിച്ച പാവം പിടിച്ച ആ മക്കളുടെ രക്ഷിതാക്കളെ കൊണ്ട് പിടിപ്പിച്ചവനാണ് ഈ പിണറായി വിജയൻ. എന്നിട്ടാണ് സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ഇവിടത്തെ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന സഹോദരിമാരെ ട്രോളിക്കൊണ്ട് സഖാക്കന്മാർ വരിക. വാളയാർ കുരുന്നുകളെ കൊന്നതാര്, കെട്ടിത്തൂക്കിയതാര്, അതല്ലെങ്കിൽ ആ കേസ് തേച്ചു മാച്ച് കളയാൻ വേണ്ടി ശ്രമിച്ച ഡിവൈഎസ്പി ആര്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആര് എന്ന് ചോദിക്കുന്നിടത്താണ് ഇവനൊക്കെ പ്രമോഷൻ നൽകിക്കൊണ്ട് പിണറായി സർക്കാർ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെയാണ് ഈ പിണറായി തമ്പുരാന്റെ കാല് പിടിച്ചിട്ടായാലും വേണ്ടില്ല തങ്ങളുടെ കുഞ്ഞു മക്കളുടെ ആ ഘാതകരെ, ആ ബലാത്സംഗ വീരന്മാരെ പച്ചയ്ക്ക് ശിക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിണറായി തമ്പുരാന്റെ കാല് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഈ പറയുന്ന വാളയാർ കുരുന്നുകളുടെ അച്ഛനും അമ്മയും പിടിച്ചത്. ഇതൊക്കെ മലയാളി മറന്നു. അട്ടപ്പാടിയിലെ മധുവിനെ ചവിട്ടിക്കൂട്ടി കൊന്ന സഖാക്കന്മാരെയും ജിഹാദികളെയും മലയാളി മറന്നു. കാരണം എന്താ? മലയാളിയല്ല അവനെ വിളിക്കേണ്ടത്, മലയോളി എന്നാണ്. കാരണം ഈ പറയുന്ന നാടിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ, നാടിന്റെയും നാട്ടുകാരുടെയും വേദനയും വിഷമവും അറിയാതെ അമേരിക്കയിൽ പോയി മൂലക്കുരു ചികിത്സിക്കാൻ പോകുന്ന പിണറായി വിജയനായാലും അവന്റെ മറ്റുള്ള മന്ത്രിമാരായാലും ഇവന്മാർക്കൊക്കെ വേണ്ടി ഓശാന പാടി നടക്കുന്ന ഇവിടത്തെ സഖാക്കന്മാർ എന്ന് വിളിക്കുന്ന ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ നാറികൾ എത്രത്തോളം ഈ കാലത്തുണ്ടോ, മാറി മാറി ചിന്തിക്കാത്ത എത്രത്തോളം ഈ കാലത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നോ അത്രയും കാലം നമ്മുടെ ഈ നാട് അധപതനത്തിന്റെ നാളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല. കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. ശീതൾജിയുടെ ബാക്കി വാക്കുകൾ കേൾക്കാം മക്കളെ. കാർ എടുത്തിട്ട് പോകുന്നവര് പോലും നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. മിഡിൽ ക്ലാസ് ആളുകൾ പോലും, കാറുള്ള ആളുകൾ പോലും അതൊക്കെ എടുത്തുകൊണ്ട് സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലുന്നു. പക്ഷെ ഹെലികോപ്റ്ററുകൾ ഉള്ളവർക്ക് സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. പാവങ്ങള് ഈ ഹെലികോപ്റ്ററിൽ മാത്രം സഞ്ചരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് കൂടി അവിടെ അതിനുള്ള പ്രത്യേക ലാൻഡിംഗ് സംവിധാനങ്ങളോ അതിനുള്ള പാർക്കിംഗ് സംവിധാനങ്ങളോ ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത്രയും മികച്ച ചികിത്സ ഇവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. ഇതിപ്പോ അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ആ പാവങ്ങള് അമേരിക്കയിലൊക്കെ പോകേണ്ടി വരുന്നത്. ഇത് കഷ്ടമാണ്. നോക്കൂ, തിരുവനന്തപുരത്ത് ആ മെഡിക്കൽ കോളേജിൽ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ പുറത്തു പറഞ്ഞു എന്താണെന്നറിയുമ്പോൾ, തന്റെ ഓപ്പറേഷൻ ടേബിളിൽ വേദനയോടെ പൊളിയുന്ന കുഞ്ഞു മോനെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 41,000 രൂപ വരുന്ന അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു അവിടെ ആ കുഞ്ഞുമോൻ വേദന കൊണ്ട് പൊളഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന ഹാരിസ് എന്ന് പറയുന്ന അവിടുത്തെ ആ ഡോക്ടർ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞപ്പോൾ ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ പറയുന്ന ശീതൾ സൂചിപ്പിച്ച ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, പിണറായി വിജയന് സഞ്ചരിക്കാനോ അതല്ലെങ്കിൽ എന്തിനോ വേണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് ആനയുണ്ട് എന്ന രീതിയിൽ അയാളുടെ ക്ലിപ്പ് ഹൗസിന്റെ മുറ്റത്ത് ഒരു ഹെലികോപ്റ്റർ നിർത്തിയിട്ടിട്ടുണ്ട്. ഞാനടക്കം തന്നെ കാണുന്ന, നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും വാടക ഇനത്തിൽ കൊടുക്കുന്നുണ്ട്. ആ വാടകയിൽ നിന്ന് 41,000 രൂപ കൊടുത്തിരുന്നെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ പറ്റുമായിരുന്നു. അതിന് പോലും കൊടുക്കാൻ പണമില്ലെന്ന് 2021, 2023 മുതൽ ഇങ്ങനെ ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ അയച്ചുകൊണ്ടിരിക്കുന്നു. വേണം ഇവിടെ ഉപകരണങ്ങൾ വാങ്ങാൻ കാശില്ലെന്ന് പറയുമ്പോൾ സർക്കാരിൽ കാശില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പിണറായി വിജയൻ അവന് സഞ്ചരിക്കാനോ അതല്ലെങ്കിൽ എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു, ആ തഴമ്പന്റെ മറ്റേടത്തുണ്ട്, നമ്മുടെ അഞ്ജലി ഉണ്ടല്ലോ, RJ അഞ്ജലി പറഞ്ഞ സ്ഥലത്ത് എന്റെ കുണ്ടിയിൽ തഴമ്പുണ്ട് എന്ന രീതിയിൽ പിണറായി വിജയൻ അവന്റെ ഉപ്പൂപ്പാക്കാർക്ക് ഒരു ആനയുണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ അവിടെ ഒരു തഴമ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ വീട്ടുമുറ്റത്ത് ഒരു ഹെലികോപ്റ്റർ വേണം. കാരണം പണ്ട് ആയിരുന്നു ആനപ്പുറത്തൊക്കെ രാജാക്കന്മാരെ എഴുന്നള്ളിയിരുന്നത്. ഇപ്പോഴോ
ഇപ്പൊ ഹെലികോപ്റ്ററിലും വലിയ വലിയ വിമാനങ്ങളിലൊക്കെ രാജാക്കന്മാർ എഴുന്നള്ളുന്നത്. അതുകൊണ്ട് ഞമ്മക്കും വേണം ഒരു ഹെലികോപ്റ്റർ. അങ്ങനെ ഞാനടക്കമുള്ള, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾ അടക്കുന്ന നികുതി കാശ് എടുത്ത് കോടിക്കണക്കിന് രൂപ വാടകയും കൊടുത്തുകൊണ്ട് ആ വാടക ഇനത്തിലെ തുച്ഛമായ 41,000 രൂപയുണ്ടായിരുന്നെങ്കിൽ എത്രയോ രോഗികൾക്ക് ചികിത്സിക്കാനുള്ള ഉപകരണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാങ്ങാമായിരുന്നു എന്ന് പച്ചയ്ക്ക് പറയാതെ പറഞ്ഞ് ഹാരിസ് എന്ന് പറയുന്ന സഖാവ് രംഗത്ത് വന്നപ്പോൾ ആ സഖാവിനെയും ഭർസിക്കാനും ആ സഖാവിനെയും ഈ പറയുന്ന സൈബർ കമ്മികൾ എന്ന് പറയുന്ന നരഭോജി കൂട്ടമുണ്ടല്ലോ, ആ പാവത്തിനെ ഉപദ്രവിക്കാനുള്ള രീതിയിൽ പോലും ആയി മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനൊന്ന് കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. ഈ പറയുന്ന ഹെലികോപ്റ്ററിനെ കുറിച്ച് നമ്മുടെ ശീതള സഹോദരി സൂചിപ്പിച്ചത് കൊണ്ട് ചെറുതായിട്ട് കൂട്ടിച്ചേർത്തേ ഉള്ളൂ. ബാക്കി വലുതായിട്ട് നോക്കാം. പരിഗണിക്കണേ. വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ ഉന്നയിക്കുന്ന രാജിവെക്കുക എന്ന് പറയുന്നത് കിട്ടിപ്പോയി ഒരു സുവർണാവസരം എന്നുള്ളതാണ്. വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് അത് കേട്ടോ. എന്തെങ്കിലും നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് കിട്ടിപ്പോയി എന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ്. അത് ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവരായിരുന്നു പ്രതിപക്ഷത്തിരുന്നതെങ്കിൽ കേരളം മിച്ചം ഉണ്ടാകുമായിരുന്നു. LDF-നെ രാഷ്ട്രീയമായിട്ട് ഏത് വിധത്തിലാണ് ഇത് നോക്കൂ, കേരളം മിച്ചഭാവുമായിരുന്നു എന്ന് ശീതൾജി ചോദിച്ചത് ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ KM മാണി എന്ന് പറയുന്ന ഒരു ചങ്ങാതി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ മദ്യശാലകൾ അനുവദിക്കുന്നതിലൊക്കെ എന്തൊക്കെയോ കൈക്കൂലി വാങ്ങി എന്നുള്ളതിന്റെ പേരിൽ ധനമന്ത്രിയായിരുന്ന അയാൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്ന സമയത്ത് അന്ന് പ്രതിപക്ഷമായിരുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി അണ്ണനടക്കമുള്ളവർ നിയമസഭയിൽ താണ്ഡവമാടിയതും ലക്ഷക്കണക്കിന് രൂപ നിയമസഭയിലുള്ള ഉപകരണങ്ങൾ തകർത്തതും വലിച്ചെറിഞ്ഞതും അവന്റെ നടുവിലുള്ള മൂന്നാം കാലൊക്കെ കാണിച്ചുകൊണ്ട് താണ്ഡവമാടിയതും കണ്ടവരാണ് മലയാളികൾ. എന്നിട്ടോ വീഡിയോ സഹിതം ലോകം മുഴുവൻ കണ്ടപ്പോഴും കോടതിയിൽ പോയിട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളെന്നും കണ്ണടച്ച നീതി ദേവതയ്ക്ക് മുൻപിൽ പുസ്തകത്തിൽ തൊട്ടുകൊണ്ട് സത്യവാചകം ചൊല്ലിയ ഈ പറയുന്ന ശിവൻകുട്ടി അടക്കമുള്ളവർ പറഞ്ഞെന്തെന്നറിയാമോ? ഞങ്ങൾ നിയമസഭയിൽ താണ്ഡവമാടിയിട്ടില്ല, ഞങ്ങൾ നിയമസഭയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പച്ച നുണ കോടതിക്ക് മുൻപിൽ പോലും പറഞ്ഞുകൊണ്ട് എല്ലാ ലോകത്തിന്റെ ഈ പറയുന്ന സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും, അതല്ലെങ്കിൽ സത്യം ഈ നുണ ലോകം ചുറ്റിയിരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്ന രീതിയിൽ കോടതിയിൽ പോലും പച്ച നുണ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പെരുമാറുന്ന ഈ നികൃഷ്ട ജീവികൾ, അയാളാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി. കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. ബാക്കി കേൾക്കാം. ഒരു ആയുധം കിട്ടുക, അത് നോക്കിക്കൊണ്ടാണ് അവര് നിൽക്കുന്നത്. മറ്റൊരാളിപ്പോ ആയുധം തപ്പി എടുത്തുകൊണ്ട് വന്ന് അടിച്ചു തകർക്കേണ്ട കാര്യം ഇല്ലല്ലോ. ധരിപ്പണമായിട്ട് കിടക്കുന്നിടത്ത്, സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പുറത്തുനിന്ന് ആളുകൾക്ക് നിങ്ങളൊരു അതിനൊരു ഗ്യാപ്പ് കൊടുക്കുന്നില്ലല്ലോ ആയുധം ഉപയോഗിക്കാൻ വേണ്ടി. ഈ പ്രതിഷേധത്തിന്റെ എല്ലാം ഒരു രീതി കണ്ടില്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു മന്ത്രിയുടെ ഒരു വലിയ ശവപ്പെട്ടി, ഒറിജിനൽ ശവപ്പെട്ടിയുമായിട്ട് എടുത്തിട്ട്, അതും പ്രത്യേകം പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു ടീച്ചറെ. ഈ പ്രതിഷേധം എന്ന് പറയുമ്പോൾ വളരെ ജനാധിപത്യം. നോക്കൂ, ജീവിച്ചിരിക്കുന്ന ഒരു മന്ത്രിയുടെ ശവപ്പെട്ടി എടുത്തു എന്ന് നമ്മുടെ ചീമതി ടീച്ചർ പറയുകയാണ്. ശീതൾജി അത് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് കേൾക്കുമ്പോൾ അറിയാം. ഇവിടെ നോക്കൂ, തങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപികയുടെ ശവപ്പെട്ടി ചുമന്നുകൊണ്ട് ഇവിടത്തെ കുട്ടി സഖാക്കന്മാരെയുള്ള SFI എന്ന് പറയുന്ന കാപാലികന്മാർ, ഇവരെ കാപാലികന്മാർ എന്ന് വിളിക്കുന്നത് എന്താ അറിയാമോ? വയനാട് വൈത്തിരിയിൽ ആ ഒരു കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ ചവിട്ടിക്കൂട്ടി കൊന്ന് 3 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കിയ ഈ SFI എന്ന് പറയുന്ന ചെറ്റകൾ ഉണ്ടല്ലോ, ഈ ചെറ്റകൾ അവരെ പഠിപ്പിക്കുന്ന ഗുരുനാഥയെ ഒരു ശിഷ്യനും അതല്ലെങ്കിൽ മാതാപിതാ ഗുരു ദൈവം, അച്ഛനും അമ്മയും അച്ഛനും കഴിഞ്ഞതിന് ശേഷം ഗുരുവിന്റെ സ്ഥാനം കൂടെ കഴിഞ്ഞിട്ടാണ് ദൈവത്തിന് നമ്മുടെ സംസ്കാരത്തിൽ സ്ഥാനമുള്ളത്. അത്തരത്തിലുള്ള ആ ഒരു ഗുരുവിന്റെ ശവപ്പെട്ടി ഉണ്ടാക്കി അവരുടെ കുഴിമാടത്തിൽ ആചാരമർപ്പിച്ച ഈ തെണ്ടി പരീക്ഷകൾ ഉണ്ടല്ലോ, ഈ SFI എന്ന് പറയുന്ന ആ ഡേഷ് മക്കളുടെ ആ സംസ്കാരം ചീമതിക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയുടെ ശവപ്പെട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കരയുന്നത് തങ്ങളുടെ കുട്ടി സഖാക്കന്മാർ. അവരെ പഠിപ്പിക്കുന്ന ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഗുരുനാഥയുടെ ശവക്കച്ച അതല്ലെങ്കിൽ ശവകുടീരം ഉണ്ടാക്കി ശവപ്പെട്ടി ഉണ്ടാക്കി ആഘോഷം നടത്തിയത് നീ മറന്നോടി ചീമതി എന്ന് നാട്ടുകാർ ചെരുപ്പഴിച്ചുകൊണ്ട് തീട്ടത്തിൽ മുക്കി ചീമതിയുടെ ചെപ്പക്കുറ്റിക്ക് കൊടുക്കാനുള്ള ആ രീതിക്ക് ഇവർ പറയുന്ന വാക്കുകളിൽ ഉണ്ട് എന്നാണ് നമ്മുടെ ശീതൾ പറയുന്നത്. ബാക്കി കേൾക്കാം. ായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് വളരെ മര്യാദ കൊടുത്തുകൊണ്ടൊക്കെയുള്ള പ്രതിഷേധ മുറകളല്ലേ സ്വീകരിക്കേണ്ടത്? അതൊക്കെ നിങ്ങൾ എത്രയോ ഇവിടെ മാതൃകയാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് പോലും ഇവരൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പൊ ടീച്ചറും ശിവൻകുട്ടി അദ്ദേഹവും മറ്റവരെല്ലാരും കൂടെ മുൻകൈ എടുത്തുകൊണ്ടേ അതിനൊരു പ്രത്യേക ഒരു ക്ലാസ് കൊടുക്കണം കേട്ടോ. ഈ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ മറ്റുള്ള ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ പ്രതിഷേധിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടെ ക്ലാസ് എടുത്ത് കൊടുക്കണേ. രാജിവെച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? രാജിവെച്ചാൽ തീരുന്ന പ്രശ്നമൊന്നുമല്ല ഇത്. മൊത്തത്തിൽ എല്ലാരും കസേര ഒഴിഞ്ഞു രാജിവെച്ചാൽ തീരുന്ന പ്രശ്നമല്ല. കാരണം നാണവും മാനവും സംസ്കാരവും അഭിമാനവുമുള്ള കമ്മികൾ വല്ലതും മിച്ചമുണ്ടോടേ നിന്റെയൊക്കെ കൂട്ടത്തിൽ? നീ ഒന്നും രാജിവെച്ചാലും തീരില്ല. കാരണമൊക്കെ നിനക്കൊക്കെ ആസനത്തിൽ മുളയ്ക്കുന്ന നമ്മുടെ RJ അഞ്ജലി പറഞ്ഞ ആസനത്തിൽ മെഹന്തി ഇട്ടാൽ അതും അഭിമാനം എന്നും പറഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ എന്താണ് ഹേ പറയാനുള്ളത്? നീയൊന്നും രാജിവെക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയാമോ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ പുകഴ്ത്തുകയൊന്നുമല്ല. എന്നിരുന്നാലും പറയാം, സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ എന്തൊക്കെയാ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ പാവം പിടിച്ച ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കിളവൻ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ പാവത്തിന്റെ CD-യും തേടി ചാനലൊക്കെ കോയമ്പത്തൂർക്കും തിരുപ്പൂർക്കും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഓടിപ്പാഞ്ഞ ചരിത്രമുള്ള നാടാണിത്. എന്നിട്ടോ ആ വയോധികൻ മരിച്ചത് ഇത്തരത്തിൽ സരിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേട്ട് വിഷമത്തോടെ വേദനിച്ച് തന്നെയായിരുന്നു മരിച്ചതെന്ന് പറയേണ്ടതുണ്ട്. എന്നിട്ട് അയാളെ രാജിവെപ്പിച്ചിട്ടും മറ്റുമൊക്കെ എത്ര കണ്ട് നികൃഷ്ടമായിട്ട് നീയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് മതി നീയൊക്കെ ഓർക്കുക. ഇച്ചിരിയെങ്കിലും നാണവും മാനവും ഉളുപ്പും സംസ്കാരവും ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാതിരിക്കാനാവില്ല. കാരണം ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്റെ ആരുമല്ല, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിനെതിരുമാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം ഉണ്ടല്ലോ, വ്യക്തിപ്രഭാവമുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്തെന്നറിയാമോ? കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു യാത്രികനായിരുന്നു ഞാൻ. അത്തരത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പല സമയത്തും ട്രെയിൻ കാത്തിരിക്കുന്ന ആളായിരുന്നു ഞാൻ. കാരണം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് വന്നു കഴിഞ്ഞാൽ കുറെ ട്രെയിനുകൾ, ലോക്കൽ ട്രെയിനൊക്കെ നിലമ്പൂരിലേക്കുണ്ട്. അത്തരത്തിൽ വന്നിരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കൊണ്ട് സാധാരണ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായി നടന്നുകൊണ്ട് പോകുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആ ചിത്രം, ആ ദൃശ്യം എന്റെ മനസ്സിൽ നിന്നുമായില്ല. എന്റെ ഓപ്പോസിറ്റ് രാഷ്ട്രീയമാണെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച അത്രയ്ക്ക് രാജ്യത്തെ നശിപ്പിച്ച രാഷ്ട്രീയമാണെങ്കിൽ പോലും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, വ്യക്തിപ്രഭാവം അത് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ രാജിക്ക് വേണ്ടിയിട്ടൊക്കെ, അതല്ലെങ്കിൽ KM മാണിയുടെ രാജിക്ക് വേണ്ടിയിട്ടൊക്കെ താണ്ഡവമാടിയ നാണമുണ്ടോ മാനമുണ്ടോ ഉളുപ്പുണ്ടോ സഖാക്കന്മാരെ എന്ന് ആരും ചോദിക്കല്ലേ. ചോദിക്കുന്നവനെ ഇവിടത്തെ ഏകാധിപതിയായിട്ടുള്ള പിണറായി തമ്പുരാനുണ്ടല്ലോ പിടിച്ച് ജയിലിലിട്ടാൽ അവിടെ ജാമ്യം കിട്ടാതെ കിടക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് ജയിലിൽ കിടന്ന് ശീലമുള്ളത് കൊണ്ട് എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവിടെ മൊബൈലില്ല, നെറ്റില്ല എന്നുള്ള ഒരേ ഒരു പ്രശ്നം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഇവിടത്തെ ഏറ്റവും നമ്മുടെ ബാലവാടി കുട്ടികളടക്കമുള്ള LKG കുട്ടികളായിക്കോട്ടെ, UKG കുട്ടികളായിക്കോട്ടെ, LP സ്കൂൾ കുട്ടികളായിക്കോട്ടെ, ഹൈസ്കൂൾ കുട്ടികളായിക്കോട്ടെ, ഇവർക്ക് കൊടുക്കുന്ന ഫുഡിനേക്കാൾ എത്രയോ ഉന്നത സ്ഥാനീയ രീതിയിലുള്ള ഫുഡ് കൊടുത്തുകൊണ്ട് ക്രിമിനലുകളെ വളർത്തി അവരെ ശരീര പുഷ്ടി വിരുത്തിക്കൊണ്ട് സുന്ദരന്മാരാക്കി മാറ്റുന്ന, ജയിലിൽ കിടക്കുന്ന ആ ഫുഡ് സിസ്റ്റം ഒക്കെ എനിക്കറിയാം. കാരണം 5 തവണയാണ് ഇവിടുത്തെ ഭരണകൂട ഭീകരത, ഇസ്ലാമിക ജിഹാദി ഭീകരത എന്നെ ജയിലിലിട്ടത്. അതുകൊണ്ട് എനിക്ക് ജയില് പുല്ലാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞാലും എനിക്ക് യാതൊന്നുമില്ല. എന്താണ് ബാക്കി കേൾക്കാം ശീതൾജിയുടെ. താഴോട്ട് ഇറങ്ങിയാൽ മാത്രം തീരുന്ന പ്രശ്നമാണ് ജനങ്ങൾക്ക്. അസൂയയും കുനിഷ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്നതാണ് അസൂയ. ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് വീണ ജോർജ് ഇതിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? അയ്യോ, അതാരാ പറഞ്ഞത്? വീണ ജോർജ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജനങ്ങൾ തെറ്റ് ചെയ്തെന്നല്ലേ? വീണ ജോർജ് എന്ത് തെറ്റ് ചെയ്തു? ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള മന്ത്രിയെ ഒരു കപ്പൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടി ഉലഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അതിന് നിറയെ ഓട്ട വീണ് മുങ്ങാറായി കഴുത്തറ്റം വെള്ളം വന്നപ്പോഴും ഒട്ടും തളരാതെ നാക്കുകൊണ്ട് സ്വന്തം ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇത്രയും അധ്വാനിയായിട്ടുള്ള ഒരു മന്ത്രിയെ, ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു മന്ത്രിയെ ഇങ്ങനെ അധിക്ഷേപിച്ചത് ശരിയല്ല. നമ്പർ 0 കിടന്ന ആരോഗ്യ രംഗത്തെ നമ്പർ 1 എത്തിക്കാൻ എന്തുമാത്രം വിയർത്ത ഒരു അധ്വാനിയാണ്. സ്ത്രീ ആയതുകൊണ്ട് എന്തും പറയാമെന്നാണ്. ഈ പോയിന്റ് എന്താ വരാത്തത് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എങ്കിലേ ശ്രീമതി ടീച്ചറിന്റെ പ്രസംഗം പൂർണ്ണമാകുകയുള്ളൂ. നോക്കൂ, ഇവിടെ ഇരവാദം എന്ന് പറയുന്ന 2 രീതിയിലാണ്. ഒന്നേന്നറിയുമ്പോ
സ്ത്രീ എന്ന് പറയുന്ന വാദം, അതാണല്ലോ നമ്മുടെ PP ദിവ്യക്കൊക്കെ കിട്ടിയിട്ടുള്ള ആനുകൂല്യം. എന്തിനേറെ നമ്മുടെ തിരുവനന്തപുരം മേയർ ഉണ്ടല്ലോ ആര്യ രാജേന്ദ്രൻ, ഒരു പാവം പിടിച്ച KSRTC ഡ്രൈവറുടെ ജോലി കളഞ്ഞ് അവരുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ MLA അടക്കം KSRTCയുടെ ആ ട്രിപ്പ് മുടക്കിക്കൊണ്ട് ആ പാവം പിടിച്ച ഡ്രൈവറുടെ കഞ്ഞിയിൽ പൂഴി വാരിട്ട ഇവരൊക്കെ എന്തായിരുന്നു ഉപയോഗിച്ചത്? സ്ത്രീവാദം, സ്ത്രീ എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അത് ദുരുപയോഗം ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ പറയുന്നുണ്ട്, കേൾക്കാം. പ്രതികരണം പൂർണ്ണമാകുകയുള്ളൂ. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുത്തില്ലല്ലോ. ഇനി മറ്റൊരു പരിഗണന ഈ നാട്ടിലുണ്ട്, അതുകൂടെ പറയേണ്ടതുണ്ട്. ഇസ്ലാമിക മുസ്ലിം നാമധാരിയാണോ? ആ ഒരു പരിഗണന കൂടി ഈ കേരളത്തിലുണ്ട്. അത് ശീതൽജി കൂട്ടിച്ചേർക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സഹോദരി ശീതൽജിയുടെ വാക്കിന്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു എന്നുള്ളൂ. ഇവിടെ രണ്ട് പരിഗണനയുള്ളത്. എന്തും ചെയ്യാം, ഇവിടെ ഏതും ചെയ്യാം, ആരെയും എന്തും ചെയ്യാം. അതിനൊരു പരിഗണനയിലൂടെ, അതല്ലെങ്കിൽ ആ നമ്മൾ ഉപയോഗിക്കുന്ന ഇരവാദമുണ്ടല്ലോ, ആ ഇരവാദത്തിൽ ഒന്നാണ് സ്ത്രീ എന്നുള്ളത്. അവിടെയാണ് ആര്യ രാജേന്ദ്രനായാലും PP ദിവ്യ ആയാലും ഒരു അസിസ്റ്റന്റ് കളക്ടർ അല്ലെങ്കിൽ ആ പാമ്പിടിച്ചൊരു മനുഷ്യനെ ഒരു മുഴ കയറിൽ തൂങ്ങിച്ചാവാൻ വേണ്ടി ആ പ്രേരണ നൽകിയ PP ദിവ്യ ആണെങ്കിലും ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നാടിനെ തന്നെ ദ്രോഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും, ഇനി ആരാ? നമ്മുടെ വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് പാവം പിടിച്ച് മരിച്ച ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ ജീവന് ഒരു പാറ്റയുടെ, ഒരു പ്രാണിയുടെ, ഒരു കൃമിയുടെ വില പോലും നൽകാത്ത വീണ ജോർജ്, ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരേ ഒരു വാക്കാണ് സ്ത്രീ എന്ന് പറയുന്ന ഇരവാദം. പിന്നെയോ ഇസ്ലാമിക ജിഹാദികൾ, മുസ്ലിം നാമധാരി എന്ന് പറയുന്ന ആ ഒരു ഇരവാദം, ഈ രണ്ട് ഇരവാദം പറയാതിരിക്കാനാവില്ല. ബാക്കി കേൾക്കാം. സ്ത്രീ എന്ന രീതിയിലല്ലേ നിങ്ങൾ ഈ അധിക്ഷേപിക്കുന്നത്? അത്രയും ഒരു സ്ത്രീയെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൂടാ. അങ്ങേയറ്റം അതിശയപാർഹാണെന്ന് മാത്രമല്ല, ഇത് മ്ലേച്ഛവും നിന്ദ്യവുമായിട്ടുള്ള ഒരു പ്രതിഷേധ രീതിയാണ്. കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടും കഴിവുകേട് കൊണ്ടും ഒരു വകുപ്പ് മുഴുവൻ തകർന്നു വീഴുന്നത്, അതൊക്കെ നമുക്ക് എങ്ങനെങ്കിലും പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ കഴിവുകെട്ട ആളെ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളെ വിമർശിക്കുന്നത്, അതൊക്കെ മ്ലേച്ഛമാണ്, നിന്ദ്യമാണ്, ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. ഒരാളുടെ കഴിവില്ലായ്മ കൊണ്ട് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അയാളെ നമ്മൾ വിളിച്ച് എത്ര പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമോ അത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂച്ചെണ്ടും ഒക്കെയും മാലയും ഒക്കെ ഇട്ട് അവരെ സ്വീകരിച്ചിരുത്തുക. തുടർന്നും കൂടുതൽ വകുപ്പുകൾ അവർക്ക് കൊടുക്കാമെങ്കിൽ ഒരു മാൻഡ്രേക്കിന്റെ പ്രതിമ കൂടിയാണ് നൽകുക. ഇതുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. കൊടുക്കുക, കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക, അടുത്ത ഒരുപാട് പേരെ കൊല്ലാൻ. അതൊക്കെയല്ലേ മനുഷ്യർ ചെയ്യേണ്ടത്? വെറുതെ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. ഇതൊക്കെ സാംസ്കാരിക കേരളത്തിന് യോജിച്ചതാണോ? ഇത് ഒഴിവാക്കണം. ഇതിനെതിരെ സമൂഹം ആകെ പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ടീച്ചറിന്റെ ആഗ്രഹം പോലെ സമൂഹം മുഴുവൻ ഇതിനെതിരെ പ്രതികരിക്കണം, കേട്ടോ. ഒരു കാരണവശാലും ഇവിടെ തെറ്റ് ചെയ്യുന്നവരെ വിമർശിക്കാൻ ഒരു സാഹചര്യം നമ്മൾ ആരും ഉണ്ടാക്കി കൊടുക്കരുത്. ഈ തെറ്റ് ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ വേണം നമ്മൾ ഒതുക്കാൻ. അപ്പൊ ജനങ്ങളോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്തത് ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോ ആ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നോക്കൂ, നമ്പർ 1 ആരോഗ്യ കേരളം എന്നാണ് ഇവിടുന്ന് മറ്റേ KK ശൈലജ മുതലുള്ള ആരോഗ്യമന്ത്രി മുതല് നിപ്പയായാലും കൊറോണയായാലും വന്ന സമയത്തൊക്കെ പിണറായി വിജയൻ കിറ്റ് എറിഞ്ഞുകൊണ്ട് 2ാമത് 3ാമത് 4ാമത് ഇനി 5ാമതൊക്കെ ഭരണം നേടാതിരിക്കുന്നു. എത്രയോ ഭരണം നേടിക്കോട്ടെ, ഇവിടെ നശിച്ച് നാരായക്കല്ലായി മാറണം. അപ്പോഴേ ത്രിപുരയിൽ നിന്നും പൊറാട്ടയടിക്കാൻ വന്നിട്ടുള്ള, അതല്ലെങ്കിൽ ബംഗാളിൽ നിന്നും പൊറാട്ടയടിക്കാൻ വന്നിട്ടുള്ള ബംഗാളികളുണ്ടല്ലോ, ഇവിടത്തെ ആ ബംഗാളികളുടെ അവസ്ഥയിലേക്ക് ഇവിടത്തെ സഖാക്കന്മാർ എത്തുകയുള്ളൂ. ഇവിടെ നിന്ന് നേരെ ത്രിപുരയിലേക്കും ബംഗാളിലേക്കും ഗുജറാത്തിലേക്കും ഒക്കെ പൊറാട്ടയടിക്കാൻ പോകുന്ന പിണറായി വിജയൻ അടക്കമുള്ള സഖാക്കന്മാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ പറയേണ്ടതുണ്ട്, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന വാഴ്ത്തുന്ന നാഴികയ്ക്ക് 40 വട്ടം, അതല്ലെങ്കിൽ പുട്ടിന് പീരീഡ് എന്ന പോലെ തന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ നമ്പർ 1 കേരളത്തിൽ എന്തേ പിണറായി വിജയന് ചികിത്സയില്ല? എന്തേ മറ്റു മന്ത്രിമാർക്ക് ചികിത്സയില്ല? എന്തേ ഒട്ടേറെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പോലും ഇവിടെ ചികിത്സ അവരെടുക്കുന്നില്ല? അവിടെയാണ് നമ്പർ 1 കേരളം എന്നത് നമ്മൾ ഉയർത്തിക്കാട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും മാത്രം അടിപ്പെട്ട് ജീവിക്കുന്ന കേരളം എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ നാട്ടിൽ നിന്ന് ചെകുത്താന്റെ നാടായി മാറിയ ഈ കേരളത്തിൽ സംഭവിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ശീതൾ എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരിയുടെ ചാനൽ മാക്സിമം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഏകദേശം 5.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ ഈ ശീതളിസം എന്ന് പറയുന്ന അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യ കമന്റ്, ഈ വീഡിയോ ലൈവ് ആണ്, ഇത് കഴിഞ്ഞ ഉടനെ പിൻ ചെയ്ത് വെക്കുന്ന ഒരു കമന്റിൽ ഈ ചാനലിന്റെ ലിങ്ക് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും അമ്മമാരും അച്ഛന്മാരും മക്കളും എല്ലാവരും ഉയർന്നു വന്നുകൊണ്ട്
അവരവരുടേതായിട്ടുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ അവതരിപ്പിച്ചാൽ, പ്രതിഷേധിച്ചാൽ മാത്രമേ ഈ നാട്ടിൽ ഈ പറയുന്ന അടിമകളായിട്ടുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും സഖാക്കന്മാരുടെയും കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ തലയിലേക്ക് ഈ ഇച്ചിരിയെങ്കിലും കേറുകയുള്ളൂ എന്ന് പച്ചയ്ക്ക് പറയാനുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.